നിറങ്ങളുള്ള ശലഭം ഭാഗം 16. കൃതി ഉറക്കത്തിൽ നിന്ന് ഞെട്ടി എഴുന്നേറ്റു. അവൾ ആകെ വിയർത്തു പോയിരുന്നു. ആദിക്ക് അപകടം പറ്റുന്ന ഒരു സ്വപ്നമായിരുന്നു അവൾ കണ്ടത്. വേഗം ഫോൺ എടുത്ത് അവൾ ആദിയെ വിളിച്ചു. കോള് പോകുന്നുണ്ട്, പക്ഷെ എൻഗേജ്ഡ് ആയിരുന്നു. അവൻ തിരക്കിലാണെന്ന് മനസ്സിലായതും അവൾ ആശ്വാസത്തോടെ ഫോൺ കട്ട് ചെയ്തു. അരികിലിരുന്ന കുപ്പിയിലെ വെള്ളം മുഴുവൻ കുടിച്ചു തീർത്തപ്പോഴാണ് അവൾക്ക് ആശ്വാസമായത്. ഒന്നുകൂടി പ്രാർത്ഥിച്ചുകൊണ്ട് അവൾ ബെഡിലേക്ക് കിടന്നു. ഇതേ സമയം മഹേഷ് ആദിയെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പായുകയായിരുന്നു. ആദിയുടെ കോള് വന്നതും അവൻ മൊബൈലിലെ മെസ്സേജിൽ കണ്ട ലൊക്കേഷൻ സ്റ്റേഷനിലേക്ക് അയച്ചു കൊടുത്ത് അങ്ങോട്ട് പുറപ്പെട്ടിരുന്നു. ആദിക്ക് കുത്തേറ്റതിന് പുറകെ തന്നെ അവനും മറ്റുള്ളവരും എത്തിയതും ഗുണ്ടകൾ അവിടുന്ന് രക്ഷപ്പെട്ടു. അവരുടെ പുറകെ കുറച്ചു പേരെ അയച്ചിട്ട് മഹേഷ് ആദിയെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോന്നു. ഹോസ്പിറ്റലിൽ എത്തിയതും ആദിയെ നേരെ ICUലേക്ക് കയറ്റി. മഹേഷ് വേഗം ആദിയുടെ അച്ഛനെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു. അവർ എല്ലാവരും ഉടനെ തന്നെ അങ്ങോട്ട് പാഞ്ഞെത്തി. രാമൻ ആകെ തകർന്നു പോയിരുന്നു. ആദിയോടധികം അടുപ്പം കാണിച്ചില്ലെങ്കിലും അവൻ അയാളുടെ ജീവനായിരുന്നു. അയാൾ തന്റെ അനിയന്റെ ദേഹത്തേക്ക് തളർന്നു വീണുപോയി. ആദിക്ക് പെട്ടെന്ന് തന്നെ ഒരു സർജറി നടത്തണമെന്ന് ഡോക്ടർ പറഞ്ഞു. പക്ഷേ അത് ചെയ്തില്ലെങ്കിൽ ആദിയുടെ നില ഗുരുതരമാവുമെന്ന് ഡോക്ടർ ആയതുകൊണ്ട് തന്നെ രാമനും മാലതിക്കും അറിയാമായിരുന്നു. അവർ അതിനുള്ള അനുമതി കൊടുത്തു. ഉടനെ തന്നെ സർജറിക്കുള്ള ഒരുക്കങ്ങൾ തുടങ്ങുകയും ചെയ്തു. കൃഷ്ണൻ രാത്രി തന്നെ അല്ലിയുടെ വീട്ടിൽ വിളിച്ച് വിവരം പറഞ്ഞു. അനിലും ദേവനും അല്ലി അറിയിക്കാതെ രാത്രി ഹോസ്പിറ്റലിലേക്ക് ചെന്നു. എമർജൻസി ആയിട്ട് സർജറി നടക്കുകയായിരുന്നു ആ സമയം. രാവിലെ വീട്ടിൽ അച്ഛനെയും ചെറിയച്ഛനെയും കാണാതെ അല്ലി അന്വേഷിച്ചു. നന്ദിനിയും നീനയും എന്തൊക്കെയോ നുണകൾ പറഞ്ഞ് പിടിച്ചു നിന്നു. അനിയൊക്കെ വന്നിട്ട് അല്ലിയോട് കാര്യം പറഞ്ഞാൽ മതിയെന്നാണ് അവർ തീരുമാനിച്ചത്. പെട്ടെന്ന് TV കാണുകയായിരുന്നു അപ്പുവും കണ്ണനും അല്ലിയെ വിളിച്ചു. അല്ലി, ദേ അലിയൻ TVയില്, അവര് വിളിച്ചു പറഞ്ഞു. നന്ദിനിയും നീനയും തടയുന്നതിന് മുൻപ് തന്നെ അല്ലി അങ്ങോട്ട് ചെന്നിരുന്നു. TVയിലെ ന്യൂസ് കണ്ട് അലി ഞെട്ടി തരിച്ചു നിന്നു. മോളെ, നന്ദിനി അവളെ വിളിച്ചു. അല്ലി അനക്കമില്ലാതെ നിന്നു പോയിരുന്നു. അല്ലി, നന്ദിനി വന്ന് തോളിൽ പിടിച്ചുകൊണ്ട് വിളിച്ചതും അല്ലി കുഴഞ്ഞു വീണുപോയി. നന്ദിനിയും നീനയും അവളെ പിടിച്ച് സോഫയിൽ കിടത്തി. മുഖത്ത് വെള്ളമൊക്കെ ഒഴിച്ചെങ്കിലും അല്ലി എണീക്കുന്നില്ലായിരുന്നു. അവർ വേഗം അനിയെ വിളിച്ച് കാര്യം പറഞ്ഞു. അനി രാമനോട് വിവരം പറഞ്ഞിട്ട് വീട്ടിലേക്ക് തിരിച്ചു. വീട്ടിലെത്തി അല്ലിയെ ആദ്യം കിടക്കുന്ന ഹോസ്പിറ്റലിലേക്ക് തന്നെയാണ് കൊണ്ടുവന്നത്. BP കൂടി വീണു പോയതായിരുന്നു. എന്താ പെട്ടെന്ന് BP കൂടാൻ കാരണം? എന്തെങ്കിലും ടെൻഷനുണ്ടോ ഈ കുട്ടിക്ക്? ഡോക്ടർ ചോദിച്ചു. ഡോക്ടർ, അത് ACP ആദിദേവ് മോളെ വിവാഹം കഴിക്കാൻ പോകുന്ന പയ്യനാണ്. ആ ന്യൂസ് കണ്ടപ്പോ വീണു പോയതാണ്. അല്ലിയാണോ ഇത്? ഈശ്വരാ, ഡോക്ടർ പറഞ്ഞു. ഡോക്ടറിനെ അല്ലി അറിയോ? അനി ചോദിച്ചു. അറിയാം, ഞാൻ റാമിന്റെ കൂടെ വർക്ക് ചെയ്തതാണ്. ഡോക്ടർ രാധ. ആദിക്ക് അറിയാം എന്നെ. രാം പറഞ്ഞ അല്ലിയെ എനിക്കറിയാം. ഡോക്ടർ, ആദിക്ക് എങ്ങനെയുണ്ട്? അനി അവരോട് ചോദിച്ചു. ആദിയുടെ സർജറി കഴിഞ്ഞു. 12 മണിക്കൂർ കഴിയുമ്പോ എന്തെങ്കിലും പറയാൻ പറ്റൂ. പക്ഷേ പേടിക്കാനൊന്നുമില്ല. അല്ലി കുറച്ചു കഴിയുമ്പോൾ ഉണർന്നോളും, അവര് പറഞ്ഞു. അല്ലി ഒന്നുകൂടി നോക്കിയിട്ട് അവർ ആദ്യം അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന ICUവിന്റെ മുന്നിൽ ചെന്നു. ആകെ തകർന്നിരിക്കുന്ന രാമിന്റെ അടുത്ത് ചെന്ന് അയാളെ ആശ്വസിപ്പിച്ചു. മാലതി ഇതൊക്കെ കണ്ട് പുച്ഛത്തോടെ നിന്നിരുന്നു. സ്വന്തം മകൻ അപകടം പറ്റി കിടന്നിട്ടും അവർക്കൊരു കൂസലുമില്ലായിരുന്നു. എല്ലാവരുടെയും മുന്നിൽ നിർവികാരമായ മുഖത്തോടെ അവർ നിന്നു. അപ്പോഴേക്കും വിവരമറിഞ്ഞ് അച്ചമ്മ വന്നു. അല്ലിമോൾ എവിടെ? വന്നില്ലേ ആ കുട്ടി? അച്ചമ്മ ചോദിച്ചു. ഇല്ല, തിരക്കിട്ട് വന്നത് എന്തിനായെന്ന് ഓർത്തു കാണും. ആദ്യം പുറത്തിറക്കുമ്പോ വന്നാ മതിയല്ലോ, അപ്പോഴല്ലേ കാണാൻ പറ്റൂ, മാലതി പറഞ്ഞു. എന്നാലും എന്തൊരു കുട്ടിയാ, ഒരാഴ്ച കഴിഞ്ഞ് കല്യാണം തീരുമാനിച്ചതല്ലേ, ഇതറിഞ്ഞ് ഓടി വരേണ്ടത് ആ കുട്ടിയല്ലേ, അഞ്ജലിയും പറ്റുന്നത് പോലെ പറഞ്ഞു. പക്ഷേ കൃഷ്ണന്റെ ദഹിപ്പിക്കുന്ന നോട്ടത്തിൽ അഞ്ജലി വേഗം നിശബ്ദയായി. അമ്മേ, ആ കുട്ടി വിവരമറിഞ്ഞ് BP ഷൂട്ടൗട്ടായി വീണുപോയി. ഇവിടെ അഡ്മിറ്റാണ്, രാധ പറഞ്ഞു. അത് കേട്ട് അച്ഛമ്മ പിന്നെയും വിഷമത്തിലായി. എന്റെ കുട്ടികള്, ദൈവമേ. അവർ സീറ്റിൽ ചാരിയിരുന്നു പോയി. കൃഷ്ണ, എന്നെ ഒന്ന് അലിയുടെ അടുത്ത് കൊണ്ടുപോകോ? അച്ഛമ്മ ചോദിച്ചു. അത് വേണോ അമ്മേ? ആ കുട്ടിക്ക് ഇപ്പൊ തന്നെ ബോധം വരും. അപ്പൊ എന്തായാലും ഇങ്ങോട്ട് വരുമല്ലോ, രാധിക അവരെ ആശ്വസിപ്പിച്ചു. മാലതി രാധികയെ ദേഷ്യത്തോടെ നോക്കിക്കൊണ്ടിരുന്നു. പക്ഷെ അവിടെ വെച്ച് അവർക്കൊന്നും പറയാൻ കഴിഞ്ഞില്ല. ആദ്യേട്ടാ, അലി പിന്നെയും ഞെട്ടി എഴുന്നേറ്റു. സ്വപ്നമായിരുന്നോ? ദൈവമേ, ഞാൻ പേടിച്ചു പോയി, അലി സ്വയം പറഞ്ഞു. ഒരു നിമിഷത്തേക്ക്
താൻ കണ്ടതെല്ലാം സ്വപ്നമാണെന്നാണ് അവൾ വിചാരിച്ചത്. പക്ഷെ ചുറ്റും നോക്കിയതും താൻ വീട്ടിലല്ല എന്നും അതൊരു ഹോസ്പിറ്റലാണെന്നും അവൾക്ക് മനസ്സിലായി. അവളുടെ കണ്ണുകൾ നിറയാൻ തുടങ്ങി. അപ്പോ ഞാൻ കണ്ടത് ടിവിയിലെ ന്യൂസ്. ആദ്യേട്ടൻ. അലിയുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. അമ്മേ, അലി ഉറക്കെ വിളിച്ചു. അപ്പോഴേക്കും ഒരു സിസ്റ്റർ ഓടി വന്നു. എന്തു പറ്റി കുട്ടി? അമ്മ, അമ്മയെ വിളിക്കോ സിസ്റ്റർ, അവൾ എങ്ങിക്കൊണ്ട് പറഞ്ഞു. അപ്പോഴേക്ക് നന്ദിനി അങ്ങോട്ട് വന്നു. അമ്മേ, ആദ്യേട്ടൻ എങ്ങനെയുണ്ട് അമ്മേ? അവൾ കരഞ്ഞുകൊണ്ട് ചോദിച്ചു. ആദ്യം ഇവിടെ തന്നെ ഉണ്ട്, അവൾ കരയല്ലേ, നമുക്ക് അങ്ങോട്ട് പോകാം, അമ്മ അവളെ ആശ്വസിപ്പിച്ചു. കുറച്ചു കഴിഞ്ഞതും അനി വന്നതും അവർ അല്ലിയെയും കൂട്ടി ആദ്യ കിടക്കുന്ന സ്ഥലത്തേക്ക് ചെന്നു. ICUവിലാണ് മോളെ, സർജറി കഴിഞ്ഞു, പക്ഷെ ബോധം വന്നിട്ടില്ല, അച്ഛൻ അവളോട് പറഞ്ഞു. അല്ലി ഒന്നും മിണ്ടാതെ നടന്നു. അവിടെ എത്തിയതും അച്ഛമ്മ അവളെ കണ്ട് കരയാൻ തുടങ്ങി. അവൾ അച്ഛമ്മയുടെ അടുത്തേക്ക് ചെന്നു. അച്ഛമ്മ കരയണ്ട, ആദ്യേട്ടനൊന്നും ഉണ്ടാവില്ല, അച്ഛമ്മ കരഞ്ഞ അസുഖം ഉണ്ടാക്കരുത്. അവൾ സ്വയം സങ്കടം മനസ്സിലൊതുക്കി അച്ഛമ്മയെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. അല്ലിക്ക് അച്ഛമ്മയുമായുള്ള അടുപ്പം മാലതിക്കും അഞ്ജലിക്കും അത്ഭുതവും ചെറിയൊരു അസൂയയും ഉണ്ടാക്കി. അവരോട് അച്ഛമ്മ ഇപ്പോഴും സംസാരിക്കാറില്ലായിരുന്നു. അന്ന് മുഴുവൻ അല്ലി അവിടെ തന്നെ ഉണ്ടായിരുന്നു. ആദിയുടെ അമ്മയുടെ മുഖഭാവം അല്ലിക്ക് അത്ഭുതമായിരുന്നു. ഒരമ്മയ്ക്ക് ഇങ്ങനെ നിൽക്കാൻ പറ്റുമോ എന്ന് അവൾ ഓർത്തു. അന്നത്തെ ദിവസത്തോടെ അല്ലിക്ക് അവരുടെ രണ്ടുപേരുടെയും സ്വഭാവത്തെക്കുറിച്ച് നന്നായി മനസ്സിലായി. പക്ഷെ അതൊന്നും ഒരു തരത്തിലും അവളെ ബാധിക്കുന്ന കാര്യങ്ങളായിരുന്നില്ല. ICUവിന്റെ ഡോർ തുറക്കുന്നത് നോക്കി അവൾ ആ ഇരിപ്പിരുന്നു. രാമൻ അവളുടെ അരികെ ചെന്നു. അലിയുടെ തലയിൽ തഴുകി. അവൻ തിരിച്ചു വരും. ദൈവം അവനോട് അങ്ങനെ ഒരു ക്രൂരത കൂടി കാണിക്കില്ല. ഒരുപാട് അനുഭവിച്ചതല്ലേ എന്റെ മോൻ, രാമൻ അവളോട് പറഞ്ഞു. രാമൻ പറഞ്ഞത് കേട്ട് അലിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. മാലതി അത് കണ്ട് അവളെ പുച്ഛത്തോടെ നോക്കി. എന്തൊരു പ്രഹസനാണോ ഇത്, ഭർത്താവ് വയ്യാതെ കിടക്കുന്നത് പോലെയാണ് ആ കുട്ടി കാണിക്കുന്നത്, അഞ്ജലി മാലതിയോട് പതുക്കെ പറഞ്ഞു. വൈകുന്നേരം വീട്ടിലേക്ക് പോവാൻ അനി വിളിച്ചപ്പോൾ മാത്രം അലി ദയനീയമായി അനിയെ നോക്കി. അച്ഛാ, ഞാനിവിടെ നിന്നോട്ടെ അച്ഛാ, ആദ്യമായിട്ട് ഒറ്റക്കാക്കിയിട്ട് എനിക്ക് വരാൻ പറ്റില്ല, അവിടെ വന്നാ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല, അല്ലി പറഞ്ഞു. ICUവിന്റെ പുറത്ത് കാത്തിരുന്ന അലിയുടെ കണ്ണുകൾ അടഞ്ഞു പോയിരുന്നു. പെട്ടെന്നാണ് ICUവിന്റെ ഡോർ തുറന്ന് ഡോക്ടർ പുറത്തേക്ക് വന്നത്. ആ ശബ്ദം കേട്ട് അലി ഞെട്ടി എഴുന്നേറ്റു. അവളും എല്ലാവരോടൊപ്പം അങ്ങോട്ട് ചെന്നു. ആദി ഈസ് ഔട്ട് ഓഫ് ഡേഞ്ചർ, ഹീസ് കോൺഷ്യസ് നൗ, ആർക്കെങ്കിലും കയറി കാണണമെങ്കിൽ കാണാം, ഡോക്ടർ അവരോട് പറഞ്ഞു. അത് കേട്ടതും അലിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഞാൻ പറഞ്ഞില്ലേ മോളെ, അവനൊന്നും പറ്റില്ലെന്ന്, ചെല്ല്, അവനെ ചെന്ന് കാണ്, രാമൻ അല്ലിയോട് പറഞ്ഞു. ഞാനോ? അച്ഛനും അച്ഛമ്മയും ചെന്ന് കണ്ടോളൂ, ഞാൻ പിന്നെ കണ്ടോളാം, അല്ലി പറഞ്ഞു. അവൾക്ക് അവനെ കാണാനുള്ള ധൈര്യമില്ലായിരുന്നു എന്നതായിരുന്നു സത്യം. അച്ഛമ്മയും അച്ഛനും അകത്തേക്ക് കയറി. നിറയെ വയറുകളുടെ ഇടയിൽ തലയിലും നെഞ്ചിലും ഒക്കെ കെട്ടുകളുമായി കിടക്കുന്ന ആദ്യം കണ്ടതും അച്ഛമ്മ കരയാൻ തുടങ്ങി. അമ്മ കരയരുത്, അവനെ വിഷമിപ്പിക്കരുത്, രാമ പറഞ്ഞു. പക്ഷെ അയാളുടെ കണ്ണുകൾ നിറഞ്ഞു പോയിരുന്നു. പക്ഷെ അയാൾ സങ്കടം ഉള്ളിലൊതുക്കി ആദിയുടെ അരയിലേക്ക് ചെന്നു. തളർന്നു കിടക്കുന്ന ആദിയെ കണ്ടതും അയാളുടെ നെഞ്ചു പിടഞ്ഞു. കണ്ണാ, രാമ വിളിച്ചു. കണ്ണാ മോനെ, കണ്ണു തുറക്ക് മോനെ, അച്ഛമ്മയാ. അച്ഛമ്മയും ആദിയെ വിളിച്ചു. പക്ഷെ ആദി കണ്ണുകൾ തുറന്നതേയില്ല. അപ്പോഴേക്കും സിസ്റ്റർ അവരുടെ അടുത്തേക്ക് വന്നു. സർ ഉറങ്ങിപ്പോയതാണ്, നാളെ കുറച്ചുകൂടി ഓക്കെ ആവും. അച്ഛമ്മയും രാമനും തിരിച്ചു പുറത്തേക്ക് ഇറങ്ങി. അച്ഛമ്മേ, ആദ്യേട്ടൻ എങ്ങനെയുണ്ട്, സംസാരിച്ചോ, അല്ലി ചോദിച്ചു. ഇല്ല മോളെ, ഞങ്ങൾ ചെന്നപ്പോഴേക്കും കണ്ണ് മയങ്ങിപ്പോയിരുന്നു. നാളെ മോള് കയറി കാണട്ടോ, അവൻ കണ്ണു തുറക്കുമ്പോ ഞങ്ങളെക്കാള് മോളെ കാണാനാവും ആഗ്രഹിക്കുക, അച്ഛമ്മ പറഞ്ഞു. ഞാൻ കണ്ടോളാം. അച്ഛമ്മയൊക്കെ റൂമിലേക്ക് പോയെങ്കിലും അല്ലി ആ ICUവിന് മുന്നിൽ തന്നെയാണ് ഇരുന്നത്. അവളുടെ ജീവൻ തന്നെ അതിനുള്ളിലാവുമ്പോ അവൾ എങ്ങനെ സമാധാനത്തോടെ ഉറങ്ങും? ആദ്യം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ട് ഇന്നേക്ക് ദിവസം 3 എല്ലാവരും പലപ്പോഴായി അവനെ കയറി കണ്ടെങ്കിലും അല്ലി മാത്രം കണ്ടിരുന്നില്ല. അന്ന് രാവിലെ തന്നെ അനി അങ്ങോട്ട് വന്നു. അല്ലിക്ക് വസ്ത്രങ്ങളുമായിട്ടാണ് അനി വന്നത്. ആദ്യം കണ്ടോ മോളെ, അനി ചോദിച്ചു. ഇന്ന് വൈകിട്ട് കയറി കാണും അച്ഛാ. മോൾ ഓക്കെ അല്ലേ? ഞാനിപ്പോ ഓക്കെയാണ്, അല്ലി അച്ഛന്റെ തോളിലേക്ക് ചാരി കിടന്നു. നന്നായി പേടിച്ചു പോയല്ലേ, അനി ചോദിച്ചു. ആദ്യം ഒരു IPS ഓഫീസർ ആണല്ലേ, ഇതുപോലുള്ള സിറ്റുവേഷൻസ് ലൈഫിൽ ഇനിയും വരും. അപ്പൊ തളർന്നു പോവാതെ അവന് താങ്ങായി നിൽക്കണം കേട്ടോ. അന്നത്തെ പോലെ വീണു പോയാൽ ആദ്യം എന്ത് ചെയ്യും? ഒരു IPSകാരന്റെ ഭാര്യയ്ക്ക് കുറച്ച് ധൈര്യമൊക്കെ ആവാം, അനി പറഞ്ഞു. ധൈര്യമൊക്കെ ഉണ്ടച്ചാ, പക്ഷെ ഏതൊരു ധൈര്യമുള്ള ആളും തളർന്നു പോകുന്ന അവസരങ്ങൾ ഉണ്ടാവില്ലേ,
അത്രേ ഉള്ളൂ. കൂടെ ജീവിച്ചു തുടങ്ങുമ്പോ ചിലപ്പോ ഇതും ഞാൻ ശീലിച്ചോളും. അത് പറഞ്ഞപ്പോഴാ ഓർത്തത്, കല്യാണം നീട്ടി വെക്കേണ്ടി വരില്ലേ? അനി ചോദിച്ചു. അലിയുടെ നെഞ്ചൊന്ന് ആന്തിപ്പോയി ആ ചോദ്യത്തില്. അവൾ പകച്ച് അച്ഛനെ നോക്കി. അറിയില്ല അച്ഛാ, അവരെന്താ തീരുമാനിക്കുന്നത് നോക്കാം. അച്ഛൻ സംസാരിക്കാം അവരോട്, അല്ലി പറഞ്ഞു. അനി ഇക്കാര്യം രാമനോട് സൂചിപ്പിച്ചു. അന്ന് എല്ലാവരും ആദ്യയെ കാണാൻ വന്ന സമയം രാമൻ ഇക്കാര്യം പറഞ്ഞു. അത് കേട്ട് അഞ്ജലി എന്തോ തീരുമാനിച്ചുകൊണ്ട് വേഗം മുന്നിലേക്ക് വന്നു. രാമേട്ടാ, അവർ വിളിച്ചു. ഈ കല്യാണം നടത്തണോ രാമേട്ടാ? ജാതകം ഒന്നും നോക്കാതെ നടത്തുന്നതല്ലേ? ആ കുട്ടിയുടെ ദോഷം കൊണ്ട് വല്ലതുമാണോ നമ്മുടെ കുഞ്ഞിന്റെ ജീവന് ആപത്ത് വന്നത് എന്ന് ആർക്കറിയാം? അഞ്ജലി അവരുടെ വാക്കുകളോടെ വിഷം തുപ്പി. എല്ലാവരും ഒരു നിമിഷം പകച്ചുപോയി. എനിക്കും അങ്ങനെ തോന്നുന്നുണ്ട്, മാലതിയും അഞ്ജലി അനുകൂലിച്ചു പറഞ്ഞു. എല്ലാവരും അച്ഛമ്മയെ നോക്കിയതും അച്ഛമ്മ അഞ്ജലിയെയും മാലതിയെയും മാറി മാറി നോക്കി. നിങ്ങൾ തമ്മില് ഇത്ര സ്നേഹവും പരസ്പര സഹകരണവും ഉണ്ടെന്ന് എനിക്ക് ഇന്നാണ് മനസ്സിലായത്. എന്തായാലും കുഞ്ഞിലെ അവനെ ഒന്ന് സ്നേഹിക്കാനോ ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാനോ വയ്യായിരുന്നെങ്കിലും ഇപ്പൊ അവന്റെ കല്യാണക്കാര്യത്തിലെങ്കിലും നിങ്ങൾക്ക് ചിന്ത ഉണ്ടല്ലോ. അതറിഞ്ഞപ്പോ അമ്മയ്ക്ക് നല്ല സന്തോഷമുണ്ട്. എന്തായാലും എനിക്ക് കിട്ടിയ രണ്ട് മരുമക്കളും കൊള്ളാം. രാമ, ഇവര് പറഞ്ഞതല്ലേ, ഇന്നത് കേട്ടില്ലെന്ന് വേണ്ട. ഉടനെ തന്നെ കണ്ണനുമായി സംസാരിക്കുമ്പോ ഇക്കാര്യം പറയണം. കല്യാണക്കാര്യത്തില് ഒരു തീരുമാനം വേണം, അച്ഛമ്മ പറഞ്ഞു. അമ്മ, അത് രാമൻ അതിന് സമ്മതമായിരുന്നില്ല. രാമ, തീരുമാനങ്ങൾ എടുക്കാൻ നിന്റെ അമ്മ ഇപ്പോഴും ജീവനോടെ ഉണ്ട്, അച്ഛമ്മ ദേഷ്യത്തോടെ പറഞ്ഞു. അച്ഛമ്മയുടെ തീരുമാനം കേട്ട് അഞ്ജലിക്കും മാലതിക്കും കുറച്ച് സമാധാനമായി. അല്ലിക്ക് എല്ലാവരും കൊടുക്കുന്ന പ്രാധാന്യം അവർക്ക് ഒട്ടും ഇഷ്ടമായില്ലായിരുന്നു. അല്ലി ഈ സമയം ICUവിന്റെ പുറത്തുണ്ടായിരുന്നു. അപ്പോഴാണ് അച്ഛമ്മയും രാമനും ആദ്യം കാണുവാൻ അങ്ങോട്ട് ചെന്നത്. മോൾ ഇന്ന് കയറുന്നില്ലേ? അച്ഛമ്മ ചോദിച്ചു. നിങ്ങളെ കണ്ടിട്ട് ഞാൻ കണ്ടോളാം, അല്ലി പറഞ്ഞു. അച്ഛമ്മയും രാമനും കയറിയപ്പോൾ ആദ്യം ഉണർന്നിരിക്കുകയായിരുന്നു. മോനെ, രാമൻ വിളിച്ചു. ആദിയുടെ കണ്ണുകളൊന്നും നിറഞ്ഞു. രാമൻ ആദിയുടെ തലയിലൂടെ ഒന്ന് തഴുകി. അച്ഛനുണ്ടാവും എന്നും കൂടെ. അച്ഛനെ പറ്റിപ്പോയത് ക്ഷമിക്കാൻ പറ്റുമെങ്കിൽ എന്റെ മോൻ ക്ഷമിക്കാം അച്ഛനോട്. അച്ഛമ്മയും സ്നേഹത്തോടെ അവനോട് സംസാരിച്ചു. അവരോട് പയ്യെ സംസാരിക്കുന്നുണ്ടെങ്കിലും അവന്റെ കണ്ണുകൾ മറ്റാരെയോ പ്രതീക്ഷിക്കുന്നത് പോലെ ഡോറിലേക്ക് പോകുന്നുണ്ടായിരുന്നു. നീ ആരെയാ നോക്കുന്നത് കണ്ണാ? അച്ഛമ്മ ചിരിയോടെ ചോദിച്ചു. ഒന്നുമില്ല അച്ഛമ്മേ, ആദി പയ്യെ പറഞ്ഞു. രാമ, കണ്ണൻ ആരെയും പ്രതീക്ഷിക്കുന്നില്ല. എങ്കിൽ പിന്നെ കഴിഞ്ഞ 2 ദിവസമായി ഉറക്കം പോലും ഇല്ലാതെ കാത്തിരിക്കുന്നവന്റെ പെണ്ണിനെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടേക്കാം അല്ലേ? അച്ഛമ്മ ചിരിയോടെ ചോദിച്ചു. ഇവന്റെ പെണ്ണ് എന്ന് കേട്ടതും ആദിയുടെ കണ്ണുകൾ വിടർന്നു. നോക്കിയേ, അല്ലിയുടെ കാര്യം പറഞ്ഞതും അവന്റെ മുഖത്തെ തിളക്കം. അച്ഛമ്മ അവനെ കളിയാക്കി. ഞങ്ങൾ ചെല്ലട്ടെ, അല്ലിയെ പറഞ്ഞു വിടാം കേട്ടോ. അവൾ പുറത്തിറങ്ങി അല്ലിയോട് അകത്തേക്ക് ചെല്ലാൻ പറഞ്ഞു. അല്ലി പോകുന്നത് നോക്കി നിൽക്കെ രാമൻ അമ്മയെ നോക്കി. അമ്മയ്ക്ക് അല്ലി ഇഷ്ടമാണല്ലോ, പിന്നെ എന്തിനാ അങ്ങനെയൊക്കെ പറഞ്ഞത്? രാമൻ ചോദിച്ചു. നിന്റെ ഭാര്യയും അനിയത്തിയും കഷ്ടപ്പെട്ട് കണ്ടെത്തിയ ജാതദോഷമല്ലേ, അവര് കുറച്ചു നേരം സന്തോഷിക്കട്ടെ, അച്ഛമ്മ പറഞ്ഞു. ഞാൻ ശരിക്കും പേടിച്ചു പോയിരുന്നു അമ്മ പറഞ്ഞത് കേട്ട്. ആദിക്ക് ആ കുട്ടിയെ ഇഷ്ടമാണ്, ആ കുട്ടിക്കും അങ്ങനെ തന്നെയാ. ഇനിയെങ്കിലും അവനൊന്ന് സന്തോഷിക്കട്ടെ അമ്മേ, രാമൻ പറഞ്ഞു. ICUവിന്റെ അകത്തേക്ക് കയറവേ അലിയുടെ നെഞ്ച് വേഗത്തിൽ മിടിക്കാൻ തുടങ്ങി. ICUവിലെ ബെഡില് വയറുകളുടെ നടുവിലായി കിടക്കുന്ന ആദിയെ കണ്ടതും അലിയുടെ നെഞ്ച് പിടഞ്ഞു. അല്ലി ആദിയുടെ അടുത്തേക്ക് ചെന്നു. അവളെ കണ്ടതും ആദിയുടെ മുഖത്ത് ആശ്വാസം നിറഞ്ഞു. കൃതി, അവൻ പതിയെ വിളിച്ചു. രണ്ടുപേരുടെയും കണ്ണുകൾ ഒരുപോലെ നിറഞ്ഞു പോയിരുന്നു.